ആ ഡബിൾ ഹമ്പുള്ളവനെ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടാ. അവിടെ നിന്ന് അത്ര കാണാനില്ലായിരുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ മള്ളി ലൈഫ് സ്റ്റൈൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെർബിയയിലുള്ള ബെൽഗ്രേഡിലാണ്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ബെൽഗ്രേഡ് എന്ന് പറയുന്നത്. അവിടെയുള്ള സൂലാണ്, ബെൽഗ്രേഡ് സൂല് കേട്ടോ. ഇല്ലാമയും വരുന്നല്ലോ, പക്ഷെ വേറെ കളർ ഇല്ലാമല്ലേ. അത് കിട്ടാൻ വേണ്ടി പോണോ കൊച്ചിന്റെ പുറകെ. പോപ്കോൺ കണ്ടിട്ടില്ലേ? എന്റെ ഒന്നുമില്ല, തരാൻ പറ്റില്ല. അപ്പുറത്ത് ഒട്ടകണ്ട്, ഡബിൾ ഹമ്പ് ഒട്ടകം. സാധാ ഒട്ടകത്തില്ലേ കണ്ടിട്ടുള്ളൂ? ഡബിൾ ഹമ്പാണ്. ഡബിൾ ഹമ്പാ? അതങ്ങനെ കാണാത്തതല്ലേ? കൊള്ളാട്ടാ, സൂപ്പർ. വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അതത്ര കോമണോ അല്ലേ നമ്മള് അവിടെ ടർക്കി അല്ലേ അത്? അതെന്തോ സാധാ എന്തൊരു എനിക്കൊന്നും തരാൻ പറ്റില്ല. ഭക്ഷണം തരാൻ പാടില്ല. ഭക്ഷണം തരാൻ പാടില്ല. അവിടെ ഒരുത്തിന് കണ്ണ് കാണില്ല. ഈശ്വര, മുടിയൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ കുറച്ച് വെളിച്ചം കാണായിരുന്നു. ഇവനെ മുടി ആരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ ഭക്ഷണം തരാൻ പാടില്ല. ഓൾറെഡി ഉണ്ട് കേട്ടോ. യുകെയില് നമ്മള് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് വെള്ളയും ബ്രൗൺ, ഫുൾ ബ്രൗൺ ആയിട്ടുള്ള കണ്ണു പോണോക്ക്. മണം വന്നിട്ടാ. അതെനിക്ക് തോന്നേ പിള്ളേര് ഭയങ്കരമായിട്ട് കൊടുത്തു പോയപ്പോ അത് പറഞ്ഞ കൊടുത്തു. അതിന്റെ മണം വരുമ്പോഴേക്കും അത് അറ്റത്ത് ഓടി വരാ. ഇനി എന്തായാലും ബിരിയാണി കൊടുത്താലോ എന്ന് വെച്ചിട്ടാണ് ആൾ ഓടി വരണേ കേട്ടാ. എത്തിച്ചോക്ക് എന്താ തിണ്ടി പറയണെന്ന്. കണ്ണൊക്കെ ആടുജീവിതം ശരിയല്ലേ? കണ്ടേ പല്ല് കണ്ടാ, നല്ല കടി അടിക്കുന്ന കയ്യൊക്കെ ഇട്ട് ഞാൻ കണ്ടാ. അടിയിൽ മാത്രം കണ്ട പല്ലുള്ളൂ. പശുവിന് അങ്ങനെ എന്തോ അല്ലേ, അടിയിൽ 2 പല്ലോ അങ്ങനെ എന്തൊക്കെയുള്ളൂ. മറ്റേതിന് കണ്ണ് കാണില്ല കണ്ടാ. നല്ല ക്യൂട്ട്. മറ്റേത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഇതുപോലെ അവിടെ ഹൈലൻഡ് കൗ പോലെ. മറ്റേ കങ്കാര് എന്തൊക്കെയാണ് ഇതിന്റെ പേര്? റെഡ് നെക്ക് വാൽബേ എന്നാണ് പേര്. വാൽബേ. അത് ഞാൻ പണ്ട് സയൻസ് പഠിച്ചിരുന്നപ്പോ നമുക്ക് ഇങ്ങനെ ഓരോ എവല്യൂഷൻ ഇത് പഠിക്കില്ലേ. അപ്പൊ നമ്മള് കാറ്റ്, അതുപോലെ കാറ്റിന്ന് ഇങ്ങനെ ഓരോ എവല്യൂഷൻ, നമ്മളിപ്പോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഉണ്ടായി വന്നു പറയില്ലേ, അതുപോലെ ഈ കാറ്റിന്നാണ് ടൈഗർ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മളെ കാറ്റ് ഫാമിലി ആണെന്ന് പറയുന്ന പോലെ. ഓരോ ഫാമിലി എന്ന് പറയുമ്പോ കാംഗ്രൂസിന്റെ ഏതൊരു വല്യച്ഛനോ വകയിലെ ഒരു അമ്മാവൻ ആരൊക്കെ ആയിട്ട് വരും ഇവര്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, വാൽബി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണെന്നൊക്കെ കേട്ടോ. അവര് ഓസ്ട്രേലിയ സ്ഥലം പറഞ്ഞവരുടെ ഓസ്ട്രേലിയ ആണ്. അതുപോലെ ഹാബിറ്റേറ്റ്, റെയിൻ ഫോറസ്റ്റ്, യുക്കാലിപ് കാടുകള്, ഷോപ്സ്, ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, അവിടെ അവരെ തീറ്റ കൊടുക്കുന്ന സ്ഥലം കണ്ടാ. കണ്ടാ ഇവിടെ ഒരാള് കെടുക്കുന്നുണ്ട്. നല്ല സുഖം. വെയിലില്ലാത്ത സ്ഥലം കുറച്ച് ക്ലിയർ ആയിട്ട് കാണാം. ശരിക്കും ഉണ്ടല്ലോ ഉറക്കത്തിലാണോ മുഖവും. അതെ, നമ്മള് യുകെയിൽ കാണുന്ന റാബിറ്റില് ഷോപ്സിന്റെ ഉള്ളില് അവരുടെ ഇച്ചിരി വലിയ വെർഷൻ അല്ലേ മുഖം. പിന്നെ ഈ എന്താ പറയണ എലിയുടെ ഒക്കെ രൂപവും അലസൻ. കഴിച്ചിട്ട് കിടക്കുക. സ്വപ്നം കണ്ട് ഉറങ്ങാന്ന്. All the beautiful flowers fly in the sky like a twinkle little star. എടാ വാതില് തുറക്കടാ, നിന്നെ കാണാനൊക്കെ വന്നേക്കണേ. തുറക്കടാ വാതില്. കുളിക്കാട്ടുകാരുന്ന്. തുറക്കടാ വാതില്. ഹലോ, കൊള്ളാട്ടാ. ഹലോ, ഉടലടാ നിക്കളാടാ. ഇത് എമ്മു അല്ലേ? എമ്മു പിന്നെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. എമ്മു എനിക്ക് തോന്നുന്നു ഞങ്ങള് പഠിച്ചത് കോളേജിൽ വരെ ഉണ്ട്. രാജഗിരിയില് സൈഡില് എമ്മുവിനെ വളർത്തിയത്. അതുപോലെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റില് അമ്മയുടെ ചേച്ചിയുടെ മട ഉണ്ടല്ലോ, അവിടെ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു എമ്മു. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ വളർത്താറുണ്ട്. കഴുത്തൊക്കെ ഫുഡ് നോക്കി വന്നു. വലിപ്പം കണ്ടോ, ഇതിന്റെ ഇരട്ടി ഉണ്ടാവുന്ന ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചും ഉണ്ട് ഇവിടെ. അവിടെ ഇരുട്ടുണ്ട് ഓസ്ട്രിച്ച്. കണ്ടിട്ടുണ്ട്, പക്ഷെ ചെറിയ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര ഭംഗിയില്ല, മെയിൻ്റെനൻസ് ഇല്ലാത്തോണ്ടായിരിക്കും. അടിപൊളിയായിരിക്കും. അടുക്ക് കയറിയിരിക്കുന്ന സേഫ് ആയിട്ടിരിക്കാലോ. സവാരിക്ക് ഒക്കെ പോകുമ്പോ ഞാൻ പോയിട്ടുണ്ട്. ക്യാമൽ സവാരിക്ക് പോയിട്ടുണ്ടാ? ക്യാമൽ സവാരി കേറിണ്ടെന്ന് തോന്നുന്നു. എവിടെ എവിടെയാണെന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ക്യാമൽ സവാരി പലയിടത്തുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് വരെ ബീച്ചിലൊക്കെ ആൾക്കാര്.
ഞാനും രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. എവിടെ ജയ്സാൽമീറിലോ? ഇത് പക്ഷെ ഈ സാധനത്തെ കാണില്ല എന്ന് തോന്നുന്നു. ഇത് പക്ഷെ ഉണ്ടല്ലോ ആ ക്യാമൽ സഫാരിക്ക് പോകുമ്പോ ഏറ്റവും ദുരന്തം എന്താണെന്നറിയോ, ഈ ക്യാമല് പടേന്ന് പറഞ്ഞ എണീക്കുക, അപ്പൊ നമ്മൾ ബാക്കിലേക്ക് വീഴാൻ പോകും. അതുപോലെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവര് പടേന്ന് പറഞ്ഞ കാല് മടക്കിയിട്ട് ഒരു വീഴ്ച വീഴും. ചിലപ്പോ നമ്മളും വീഴും അതിന്റെ ഒപ്പം തന്നെ. അത് ഭയങ്കര ദുബായിൽ കയറിയില്ലേ? ഓ അതാണ് കയറിയത് പറയണല്ലേ. ശരിയാ, ഫസ്റ്റ് ഞാൻ കയറിയത് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീർ ഉണ്ടല്ലോ, നമ്മുടെ എന്താ ഡെസേർട്ട് സ്റ്റേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഫസ്റ്റ് കയറിയത്. അന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദുബായിൽ കയറി അല്ലേ, അന്ന് അത്ര പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് മറ്റോടത്ത് വെച്ച് ഭയങ്കര പേടിയായിരുന്നു. പ്രാന്തന്മാരെ പോലെയായിരുന്നു ഈ ഒട്ടകം ഓടിയിരുന്നത്. ഇത് പറയണത് 3500 വർഷം മുന്നേ മനുഷ്യന്മാരായിട്ട് ടൈമായിട്ടുള്ള മൃഗാന്നാ പറയണേ ഇവരെ. അവളതൊരു കാണില്ലല്ലോ ഇവരൊന്നും. ഇത് ഓൾമോസ്റ്റ് വൈൽഡ് ഇതാണ്, വംശനാശം സംഭവിച്ചു തുടങ്ങിയെന്ന് പറയണേ. ഇത് ഏകദേശം സെൻട്രൽ ഏഷ്യ, ഇവര് മംഗോളിയയിലുള്ളതാണ്. മംഗോളിയയിലുള്ളതാണ്. അവൻ അവിടെ കയറുന്നപ്പോ ഒന്നുകൂടി ഭംഗിയില് കാണാണ്ട്. ഈ ഡബിൾ ഹമ്പുള്ള ക്യാമലിനെ കണ്ടുള്ള ഒരു കമന്റ് ചെയ്തിട്ട് എവിടെയാണ്, ഇച്ചിരി റയറാന്ന് തോന്നുന്നു, പക്ഷെ കൊള്ളാം. ക്യാമലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവര് ലിറ്റർ വെള്ളം അവരുടെ ബോഡിയില്, അവര് അതുകൊണ്ടാണ് അവർക്ക് ഡെസേർട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. ഇത്ര ദിവസമൊക്കെ ആ ബോഡി, ദിവസങ്ങളല്ല മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ആ വെള്ളം യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവരുടെ ഹമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ ഹമ്പല്ലാത്തവരുടെ നടുക്കിരുന്ന് കഴിഞ്ഞാൽ സീറ്റ് പോലെ അവള് വണ്ടിയിലൊക്കെ ഇരിക്കണ പോലെ ഇരിക്കാം. കുഞ്ഞിക്കൂനിന്റെ പോലെ ഇല്ലേ അവളെ മറ്റേ ഇതുണ്ട് ആടാള്. ഇവരെ എനിക്ക് ഒന്ന് ഫ്രീ ആയി വിട്ടേക്കാന്ന് തോന്നുന്നു. ഇത് പറക്കില്ല ആക്ച്വലി. പറക്കും, പക്ഷെ എനിക്ക് ഭക്ഷണം കിട്ടുന്നോണ്ട് ചിലപ്പോ പോകാറുണ്ടാവില്ലായിരിക്കും. ഡോണ്ട് ടച്ച് ദ ഫെൻസ്, അങ്ങോട്ട് പോവുകയും ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലും കണ്ട ആ മെയിലാണ് ആ കൊമ്പുള്ളത്, സുന്ദരൻ. ബാക്കി ഫീമെയിലാണ്. പക്ഷെ ഇതും ഒരു പ്രാവ് ചത്തോടൊക്കെ പ്രാവിനെ തലയില്ല. ഇവര് കഴിച്ചിട്ടുണ്ടാവില്ല, പുല്ല് കഴിക്കണ ഇവര് കഴിക്കും. കാമറൂൺ ഡോർഫ് ഷീപ്പ്, ഇത് വെസ്റ്റ് ആഫ്രിക്ക എന്നുള്ളതാണ്. കുഞ്ഞൊക്കെ ഉണ്ടാവും ഉള്ളിൽ പ്രസവിച്ചിട്ടേ. വെസ്റ്റ് ആഫ്രിക്ക എന്നുള്ളത് കാമറൂൺ ആഫ്രിക്കയിലുള്ള സ്ഥലം. കാമറൂൺ ആഫ്രിക്കയിലുള്ള സ്ഥലമാണ്. 12 വർഷമാണ് ലൈഫ് സ്പാൻ എഴുതിയുള്ളത്. പക്ഷെ ഞാൻ നല്ലതാട്ടെ കുഞ്ഞായിട്ടുള്ളത്. വെസ്റ്റ് ആഫ്രിക്കയാണ് അവരുടെ സ്ഥലം. അവനപ്പുറത്തുള്ള കസിനോട് പോയിട്ട് എന്താടാ സുഖം, അവന്റെ കൊമ്പൊക്കെ വാങ്ങി ഹെവിയല്ലോ. അപ്പുറത്ത് സുഖല്ലേ നിനക്ക്? ഉമ്മയ്ക്കാണോ ആക്രമൺ. അവരെ കൊമ്പ് നല്ല രസമുണ്ട് കേട്ടോ, അങ്ങനത്തെ കണ്ടിട്ടില്ലല്ലോ. നല്ല ഭംഗിയുള്ള ഇതിന് ഷീപ്പ് തന്നെയല്ലേ പറയാ. നീ കരഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നില്ലല്ലോ. അവർക്ക് ഈ ആട് ഇങ്ങനെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവില്ലേ? വിളിച്ചിക്കണത് കണ്ടില്ലല്ലോ. ഇവനെ എവിടുന്നോ ഞാൻ പറഞ്ഞില്ല കുഞ്ഞുണ്ടാവുന്ന് ഒളിച്ചിക്കരുത്. ആണോ? ചിലപ്പോ ഒന്ന് കുത്തുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഇവൻ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങും ചെയ്തു, അമ്മാത്ത എത്തിയില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ നിക്കണത്. അതിന് വിഷമായിട്ട് നിൽക്കുക, ഭക്ഷണം കൊടുക്കണ്ടാവില്ല ചിലപ്പോ അവരെ. എനിക്കൊന്ന് ക്രോസ് ചെയ്ത് പോവാന്ന് തോന്നുന്നു അപ്പുറത്തേക്ക്. കാല് തള്ളി തള്ളി തള്ളിയല്ലേ കിളി പോയ പോലെയല്ലേ നിക്കണത്. വിശക്കണ്ടേ ഇനി അമ്മ പാല് കൊടുക്കണില്ലെന്ന് തോന്നുന്നു. അമ്മ ഭയങ്കര ഇവരെ കൊള്ളാട്ടാ. ഇവരെ പക്ഷേ ഫൈറ്റ് ചെയ്യണ്ടല്ലേ, അവിടെ ഒരുത്ത് നിക്കണ്ട്. ചാടി ഓടി വന്ന് കുത്താനാണോ? ഓക്കെ ലെറ്റ്സ് കണ്ടാ പോസ് ചെയ്ത് നിൽക്കായിരുന്നു തുടങ്ങാനായിട്ട്. റെഡി ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. ആ ഡബിൾ ഹമ്പുള്ള അവനെ ഇവിടെ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടാ. അവിടെ നിന്ന് അത്ര കാണാനില്ലായിരുന്നു. ഒരക്കാണ് ഞാൻ അപ്പുറത്തുള്ള പുല്ല് തിന്നു. അതുകൊണ്ടെന്ന് തോന്നുന്നു. വീട്ടിലിരിക്കണത് പോരാതെ അയൽവക്കത്തുള്ളത് കൂടി കഴിക്കണമെന്ന്. വേലിയിലത്തെ അപ്പുറത്തുള്ള ചാട്ടം കൂടുതലാണ്. മറ്റവൻ അവിടെ കേറിയിട്ട് എന്തോ പ്രോപ്പർ ഫുഡിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനേ എന്റെ തറവാടിയാ, ഞാൻ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുള്ളത്. കൂടിന്റെ അവിടെ ക്രിസ്മസ് കൂട് എക്സാക്ട്ലി എങ്ങനെയല്ലേ കറക്റ്റ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞത്. ക്രിസ്മസ് കൂട് ശരിക്കും ക്രിസ്മസിന്റെ ഒരു വൈബും. നമ്മുടെ ചെടിയുടെ പേരെന്തായിരുന്നു? സ്റ്റോക്ക്ഹോം കണ്ടാ തോന്നുന്നു. ആണോ? അത് ശരിക്കും അതിന്റെ ഇല പോലെ ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ട്.
എന്ത് തോന്നുന്നു. സൂപ്പർ ആയിട്ട് നമ്മൾ കാണാത്ത കുറെ യുണീക്ക് മൃഗങ്ങളെ കാണാണ്ട് തിരക്കും കുറവാ. അടിപൊളിയുണ്ട്. പിന്നെ ഇതിലും കണ്ടോ, ഇത് വെറുത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 6-7 പൗണ്ട്. എനിക്ക് തോന്നുന്നു UK-ലൊക്കെ എവിടെ പോയാലും 10 പൗണ്ടിന് താഴെയുള്ള പരിപാടികളില്ല. നാട്ടിലായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സൂ ഒക്കെ കയറുമ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്നു തോന്നുന്നു മിനിമം. ഇത് 6 പറയുമ്പോ 60 അല്ലേ? ഏകദേശം നാട്ടിൽ 600 രൂപ അല്ലെങ്കിൽ 500 രൂപ. ഒരു കുഞ്ഞിനെ കണ്ടോ അവിടെ? അതിന്റെ മെയിൽ തന്നെയാണ് അതാ കൊമ്പുള്ളത്, അടിപൊളിയായിട്ട്. മറ്റേത് ഫീമെയിലും ആസ് യൂഷ്വൽ. പക്ഷെ പേരില്ല കേട്ടോ. അതിന്റെ കുഞ്ഞിന് പേര് പറയണേന്ന് തോന്നുന്നു. അല്ലല്ല, ഇതിനല്ല പറയും. ഇത് എനിക്ക് തോന്നുന്നു കസ്തൂരിമാനാണോ സംശയമുണ്ട്.